അതുണ്ടല്ലോ ഡൽഹി വന്നിട്ട് നമ്മൾ ഉച്ചഭക്ഷണം നമ്മൾ താമസിച്ച ഹോട്ടലിൽ നിന്ന് തന്നെ കഴിച്ചു കേട്ടോ. അപ്പോൾ രാത്രിത്തെ ഭക്ഷണം പുറത്ത് പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. 8 മണിയായപ്പോൾ തന്നെ ഞങ്ങൾ ഇറങ്ങി. നമ്മൾക്ക് ലേയിലേക്കുള്ള ഫ്ലൈറ്റ് വെളുപ്പിനാണ്. അപ്പം നമ്മൾ നേരത്തെ തന്നെ എയർപോർട്ടിലേക്കൊക്കെ പോകണ്ടേ, അതുകൊണ്ട് നേരത്തെ കഴിച്ചിട്ട് നേരത്തെ കുറച്ച് നേരം ഉറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ പഞ്ചാബി ധാബ നമ്മൾ കണ്ടുപിടിച്ചു. അവിടെ കയറിയിട്ട് നമ്മൾ ഈ തണ്ടൂരി റൊട്ടിയും ചിക്കൻ കറിയാണ് കേട്ടോ ഓർഡർ ചെയ്ത്. അതിൻ്റെ കൂടെ കുറച്ച് സവാളയും അവർ കൊണ്ടുവന്ന് വെച്ചു കേട്ടോ. ഇവിടെ എന്ത് ചോദിച്ചാലും സവാള കിട്ടും. ഈ റൊട്ടി വന്നപ്പോഴാണെങ്കിലും അതിങ്ങനെ മരം പോലെ ഇരിക്കുന്നു കേട്ടോ. ഇത് എങ്ങനെ അകത്തേക്ക് വിടുമെന്ന് ആദ്യം ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ സംശയിക്കണ്ട, ഇങ്ങനെ കാണിക്കുമ്പോൾ അങ്ങനെ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ തോന്നുമെങ്കിലും അത് ആ ചിക്കൻ്റെ ചാറിലേക്ക് മുക്കി വായിലേക്ക് വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചുമന്ന് തുടുത്തിരിക്കുന്ന ഈ കറിക്ക് അത്ര വലിയ എരിവൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ഞങ്ങളതൊക്കെ അങ്ങനെ ആസ്വദിച്ച് കഴിച്ചു. പെട്ടെന്ന് പോയി കിടന്ന് ഉറങ്ങണമെന്ന് വിചാരമായിരുന്നു മനസ്സ് മുഴുവൻ. കാരണം ട്രെയിൻ ചങ്ങല വലിച്ച് നിർത്തിയ പോലെ പ്ലെയിനെ എന്ത് വലിച്ച് നിർത്തും നമുക്ക് അറിഞ്ഞൂടല്ലോ. അതുകൊണ്ട് വേഗം കഴിച്ചിറങ്ങി താഴേക്ക് വന്നപ്പോൾ ഇവിടെ ഇരിക്കുന്നു നമ്മുടെ തണ്ടൂറിൻ്റെ തണ്ടൂർ എന്ന് പറഞ്ഞാൽ ആ അടുപ്പിനെ തന്നെയാണല്ലോ അല്ലേ ഞങ്ങൾ പറയുന്നത്. അപ്പോൾ അതവിടെ ഇരിക്കുന്നു. അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ച് പോകാൻ വെച്ചപ്പോൾ ഈ ചേട്ടൻ പറയുകയാണ്, ഇല്ല ഇവിടെ വന്നോളൂ, വരൂ, ഇങ്ങനെ എടുത്തോളൂ എന്ന് പറഞ്ഞ് കാണിച്ചു തന്നു. പിന്നെ അവിടെ പോയി അങ്ങനെ ഷൂട്ട് ചെയ്തു. അതിനുശേഷം ഈ കിടക്കുന്ന നമ്മുടെ എന്താണത് കെബാബ് തന്നെയല്ലേ, അതൊക്കെ ഇങ്ങനെ നോക്കി കണ്ട് ആസ്വദിച്ചിട്ടൊന്നും കഴിക്കാൻ നമ്മൾ നേരെ പോകുന്നു കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ.